പാലക്കാട് വടക്കഞ്ചേരിയിൽ പുലി കിണറ്റിനുള്ളിൽ ചത്ത നിലയിൽ. ആളൊഴിഞ്ഞ പ്രദേശത്തെ മുളകുപൊടി കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ കിണറ്റിലാണ് പുലിയെ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ഒരാഴ്ചത്തെ പഴക്കമുണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ദൃശ്യങ്ങൾ 24-ന് കിട്ടിയിട്ടുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുകയാണ്. ശ്രീതി, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്വാസകരമായ കാര്യമാണ്. അവിടെ പുലിഭീതി ഉണ്ടായിരുന്ന പ്രദേശമാണോ? എന്താണ് നാട്ടുകാർ പറയുന്നത്? വനംവകുപ്പ് എന്താണ് വിശദീകരിക്കുന്നത്? ശ്രീ പാലക്കാട് വടക്കഞ്ചേരി പോത്തുചാടിയിലാണുള്ളത്. ഇവിടെയാണ് അല്പസമയം മുൻപ് ഒരു പുലി കിണറ്റിൽ ദുർഗന്ധം വമിക്കുന്ന നിലയിൽ, അഴുകിയ നിലയിൽ പുലിയുടെ ജഡം കണ്ടത്. നമ്മോടൊപ്പം ഇവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ CK നാരായണൻ ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഇത്? ഒരു മുളകുപൊടി കമ്പനിയാണല്ലേ? മുളകുപൊടി കമ്പനിയാണ്. അവർ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഇവിടെ താമസമില്ലായിരുന്നു, കമ്പനി അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അവർ ഇവിടെ വന്ന് കമ്പനി തുറന്ന് നോക്കാൻ വേണ്ടി വന്ന സമയത്ത് ഒരു 4 മണിയോടുകൂടി കമ്പനിയുടെ തൊട്ട് ഉള്ള കിണറിൽ നിന്നൊരു ദുർഗന്ധം അറിഞ്ഞു. അവർ കണ്ടുപോയി നോക്കിയപ്പോൾ ഒരു പുലിയുടെ ജഡം കാണുകയും അവരെന്നെ വിളിച്ച് ഇങ്ങനെ ഒരു പുലിയുടെ ജഡം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഉളകര ഫോറസ്റ്റിനെയും അതുപോലെ തന്നെ വടക്കഞ്ചേരി ആലത്തൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലും അറിയിച്ചു. പുലിയുള്ളൊരു മേഖലയാണോ? ഇവിടെ പുലിയെ കണ്ടതായിട്ട് ഇവിടെ ധാരാളം ടാപ്പിംഗ് തൊഴിലാളികളും അതുപോലെ നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ജഡം കണ്ടെത്തിയതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വീട്ടിലെ ഒരു ആടിനെ 2 വർഷം മുമ്പ് ആടിനെ പുലി പിടിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പീച്ചി തൃശ്ശൂർ ജില്ലയോട് അതിർത്തി ചേർന്ന് കിടക്കുന്ന പ്രദേശമല്ല? പീച്ചി വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. ഇനി എന്താണ് പ്രൊസീജിയർ എന്നാണ് വനംവകുപ്പ് അറിയിച്ചത്? ഇനി അവർ നാളെ കാലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിലെ 3 ഡോക്ടർമാരും, ഒന്ന് ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടറും വേറെ 2 ഡോക്ടർമാരും, വാർഡ് മെമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ വന്ന് അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കുമെന്നാണ് അവരറിയിച്ചിട്ടുള്ളത്. ആശങ്കയുണ്ടല്ലേ? ആശങ്കയുണ്ട്. ആശങ്ക പറഞ്ഞാൽ ഇതിന് ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം വലിയ തോതിലുണ്ട്. സാധാരണ കൃഷിക്കാരാണ് ഇവിടെ ഉള്ളത്. ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം വലിയ തോതിൽ ഇടപെടുന്നുണ്ട്. അത് ആശങ്കയാണ്. ആനയും ഇറങ്ങാറുണ്ട് ഇവിടെ. അതാണ് അവർക്ക് പറയാനുള്ളത്. ആശങ്കയുണ്ട്. പുലിയുടെ മൃതദേഹം അഴുകിയ നിലയിലാണ്. ഇപ്പോഴും നമ്മളത് തൊട്ടുപുറകിലെ കിണറ്റിലാണുള്ളത്. അഴുകിയ നിലയിലാണ് മൃതദേഹമുള്ളത്. ആളുകൾക്ക് ആശങ്കയുണ്ട്. ഇനിയും പുലിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കൂടുതലുണ്ട് എന്നാണ് പറയുന്നത്. രാജീവ് സുദേവിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.